നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണം, ചോദിച്ച് മനസ്സിലാക്കി പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് എല്ലാവരും. പിന്നെ എവിടെയാണ് പരാജയപ്പെടുന്നത്? ചോദിക്കാനുള്ള മടിയാണ്, അല്ലെങ്കിൽ ചോദിക്കാനുള്ള പേടിയാണ് പലതിനും പ്രയാസം സൃഷ്ടിക്കുന്നത്. ഹൗ ടു ഗെറ്റ് വാട്ട് എവർ യു വാണ്ട്. നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടോ അതെല്ലാം നേടിയെടുക്കാനുള്ള ആദ്യ സ്റ്റെപ്പ് ആസ്ക്, ചോദിക്കുക എന്നതാണ്. ആസ്കിങ് ഈസ് ദ ബിഗിനിങ് ഓഫ് റിസീവിങ്. ചോദിക്കുക എന്നത് നേടിയെടുക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാകുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റിസീവിങ് ഈസ് നോട്ട് എ പ്രോബ്ലം. നമ്മൾക്ക് അറിയാത്തൊരു കാര്യം ഒരാളോട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം ഒരാളോട് നമ്മൾ ചോദിച്ച് നേടിയെടുക്കുക എന്നതൊന്നും ഒരു പ്രോബ്ലമല്ല. ദ റിയൽ പ്രോബ്ലം, യഥാർത്ഥ പ്രശ്നം എന്നാൽ എന്താണ്? ഫെയിലിയർ ടു ആസ്ക്. നേടിയെടുക്കണമെന്നും ചോദിക്കണമെന്നും പഠിക്കണമെന്നൊക്കെ ഉണ്ടായിട്ടും ചോദിക്കാൻ നിങ്ങൾ പരാജയപ്പെടുക എന്നതാണ് ദ റിയൽ പ്രോബ്ലം. മാത്രമല്ല, റിസീവിങ് ഈസ് അബണ്ടൻറ്റ്. നമുക്ക് നേടിയെടുക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത് അബണ്ടൻറ്റ്, സമൃദ്ധിയാണ്. ഇറ്റ്സ് ലൈക്ക് എൻ ഓഷ്യൻ. അതൊരു കടൽ പോലെ, സമുദ്രം പോലെ വിശാലമാണ്. പക്ഷേ പ്രശ്നം സംഭവിക്കുന്നത്, നമ്മൾ ഈ നേടിയെടുക്കാനുള്ള കാര്യത്തിന്, നമ്മുടെ സക്സസിനോട് നമ്മൾ സമീപിക്കുന്ന രീതി, ഒരു സ്പൂണുമായിട്ടാണ് നമ്മൾ കടലിലേക്ക് ചെല്ലുന്നത്. നമ്മൾ ചെല്ലേണ്ടത്, അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് ഒന്നുമില്ലെങ്കിൽ ഒരു വലിയ ബക്കറ്റുമായിട്ടായിരിക്കണം നമ്മൾ അത് നേടിയെടുക്കാൻ സമീപിക്കേണ്ടത്. ടു വേസ് ടു ആസ്ക്. രണ്ട് രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഒന്ന്, ആസ്ക് വിത്ത് ഇൻ്റലിജൻറ്റ്. നമ്മൾ ആസ്ക് ഇൻ്റലിജൻ്റ്ലി എന്നല്ല പറഞ്ഞത്, ആസ്ക് വിത്ത് ഇൻ്റലിജൻറ്റ്. ചോദിക്കേണ്ടത്, നമ്മൾ ഡിഫൈൻ ആൻഡ് ഡിസ്ക്രൈബ് യുവർ ഗോൾസ്. എന്താണ് ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്? അത് കൃത്യമായി നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് വേണം ചോദിക്കാൻ. വാട്ട് കളർ, വാട്ട് സൈസ്, ഹൗ മച്ച് തുടങ്ങിയിട്ടുള്ള ചില ചോദ്യങ്ങൾ കൃത്യമായി നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുകയും ഡിസ്ക്രൈബ് ചെയ്തിട്ട് വേണം ചോദിക്കാൻ. അതിനാൽ തന്നെയാണ് പറയാറുള്ളത്, വെൽ ഡിസ്ക്രൈബ്ഡ് ഗോൾഡ് ആക്ട്സ് ലൈക്ക് എ മാഗ്നറ്റ്. വളരെ കൃത്യമായി നിർണയപ്പെടുത്തിയിട്ടുള്ള, വളരെ കൃത്യമായി നിർവചനം നൽകിയിട്ടുള്ള ഗോളുകൾ, അത് ഒരു മാഗ്നറ്റ് പോലെയാണ്. നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് അത് നമ്മെ നിരന്തരം പുൾ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ അത് ആകർഷിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒന്നാമത്തത് ആസ്ക് വിത്ത് ഇൻ്റലിജൻറ്റ്. രണ്ടാമത്തത് ആസ്ക് വിത്ത് ഫെയ്ത്ത്. അത് നമുക്ക് ലഭിക്കും എന്ന പരിപൂർണമായ വിശ്വാസത്തോടു കൂടിയായിരിക്കണം ചോദിക്കേണ്ടത്. ലൈക്ക് എ ചൈൽഡ്, ഒരു കുട്ടികളെ പോലെ. പലപ്പോഴും അഡൾട്ടിലുള്ള ആളുകൾ ഒരു കാര്യം ചോദിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു കാര്യം നേടിയെടുക്കുന്നതിനെ കുറിച്ചോ പല കാര്യത്തിലും സംശയാലുക്കളാണ്. എന്നാൽ കുട്ടികൾ അങ്ങനെയല്ല. കുട്ടികൾ അത് എന്തായാലും ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ എനിക്കത് തരും, ഉപ്പ എനിക്കത് തരും എന്നൊരു വാശിയിലാണ് അവരുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് പറയാറുള്ളത്, പ്ലാൻ ലൈക്ക് ആൻ അഡൽട്ട്, ബിലീവ് ഇൻ ദം ലൈക്ക് എ ചൈൽഡ്. കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുക ഒരു അഡൾട്ടിലെത്തിയ ഒരു മുതിർന്ന ആളെ പോലെ. എന്നാൽ നിങ്ങളുടെ ആ പ്ലാനിൽ, നിങ്ങളുടെ ആ ഗോളുകളിൽ നിങ്ങൾ വിശ്വസിക്കുക ഒരു കുട്ടികളെപ്പോലെ. എന്തായാലും എനിക്കത് ലഭിക്കും, എനിക്ക് തീർച്ചയായിട്ടും അത് നേടിയെടുക്കും എന്ന ഒരു പരിപൂർണമായ വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഇന്ന് നമുക്ക് പറയാനുള്ളത്, ഡെയർ ടു ആസ്ക്. ചോദിക്കാൻ ധൈര്യപ്പെടുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ളത്, നേടാനുള്ളത് നേടിയെടുക്കാൻ കഴിയും. മറ്റൊരറിവുമായി വീണ്ടും കാണാം. ബൈ.